ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊറോണയാണ് നമ്മളെ ആദ്യം ചൈനയിൽ തുടങ്ങിയ കൊറോണ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളെ കൊറോണേനെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുള്ളാവും. പിന്നെ നമ്മളത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യേണ്ടത് എന്നുള്ള ടിപ്സുകളും കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, കിച്ചൺ ടിപ്സ്. അത് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ തന്നെ പലതരത്തിലുള്ള സാനിറ്റൈസേഴ്സും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വൈപ്സും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ വളരെ കോസ്റ്റ്ലിയും അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ചില നേരത്ത് നമ്മളൊക്കെ ചെല്ലുന്ന നേരത്ത് അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ട് വീട് അണുവിമുക്തമാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്യാനും സാനിറ്റൈസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 500 ഗ്രാമിന് 40 രൂപ മാത്രമാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കപ്പില്ലെങ്കിൽ ഒരു കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം അളന്നെടുത്താലും മതി. ഇനി ഈ കപ്പിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ഒരു പേസ്റ്റ് പരുവത്തിലാവണ പോലെ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറഞ്ഞ അളവിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈമ ഒരു ഗ്ലൗസ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൈമ ആവാണ്ടിരിക്കണം. അതുപോലെ തന്നെ ചിലവർക്ക് ഇത് കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആസ്മയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ അത്ര പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വീട്ടിൽ വേറെ വല്ലവരുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ പാത്രങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടീസ്പൂണൊന്നും യൂസ് ചെയ്യണമെന്നില്ല. ഒരു മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി അളവിൽ നമുക്ക് ഇതിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്ത് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂടി വെക്കുക കേട്ടോ. എനങ്ങാട് ഇത് വെക്കുക കുറച്ച് നേരം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ വെള്ള പൊടി പോലത്തെ അംശങ്ങളൊക്കെ അല്ലേ, അത് അങ്ങനെ അടിയിൽ അടിയും. അപ്പം ഞാൻ ഇവിടെ 2 ലിറ്ററായിട്ട് ആണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റി രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ അനങ്ങാതെ കുറേ നേരം വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് ഒന്ന് അരിച്ചിട്ട് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ചെറിയൊരു പാട പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് നമുക്ക് ബോട്ടിലാക്കി നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് നോക്കി നമ്മുടെ വെള്ളം വരുന്നത് നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് അധികം ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ രൂക്ഷമായ ഗന്ധം ഉണ്ടാവില്ല. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കുത്തണമാണല്ലേ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ആ സ്മെല്ല് നിൽക്കും ചെയ്യണില്ല. വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഒരു മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാട പോലത്തെ സാധനം കേട്ടോ അതിൽ വന്ന് വീണത്. അല്ലെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അരിച്ചെടുത്തതാണ്. ഇനി നമുക്കതൊരു കുപ്പിയിൽ സ്പ്രേ ബോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് തുണി മുക്കിയിട്ട് തുടക്കുക, അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കവറുകളായാലും ഒക്കെ കൊണ്ടുവന്നിട്ട്
കൗണ്ടർ ടോപ്പും വയ്ക്കാറുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ നമുക്കത് ഈ സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിങ്ക് ഏരിയ, പൈപ്പുകൾ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ ഗ്ലാസിൻ്റെ ടേബിളായാലും ഗ്ലാസിൻ്റെ ഫർണിച്ചറുകളൊക്കെ ആയാലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ റെഫ്രിജറേറ്റർ, അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ, മിക്സി, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സ്പ്രേ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അത് കൈ ഉപയോഗിച്ചിട്ട് തുണി മുക്കി തുടച്ചു കൊടുക്കാം. കോട്ടൻ്റെ തുണിയിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സർഫേസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. വാതിലിൻ്റെ പിടിയും പിന്നെ ടോയ്ലറ്റ് സീറ്റ്, ടോയ്ലറ്റ് ഏരിയ, അതൊക്കെ ക്ലീൻ ചെയ്യാം. അവിടുത്തെ പൈപ്പുകൾ എല്ലാം ക്ലീൻ ചെയ്യാൻ നമുക്കിത് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള മൊബൈല്, ലാപ്ടോപ്പ്, സ്വിച്ച് ബോർഡ്, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കോളിംഗ് ബെല്ല്, അതൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ വന്നിട്ട് തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലല്ല. അപ്പോൾ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്യല്ല, ഒരു തുണിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക, അതിന് ശേഷം തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തുണി മുക്കി പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾസിലും ഗ്രോസറീസിലും ഒരിക്കലും നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം ഇത് കെമിക്കലാണ്, അത് ഡയറക്റ്റായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. അപ്പോൾ ഗ്രോസറീസും വെജിറ്റബിൾസും എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ നമുക്ക് പ്ലാസ്റ്റിക് ക്യാൻസൊക്കെ അല്ലേ, പ്ലാസ്റ്റിക്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്, അതിൻ്റെ മുകളിലൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഡാമേജ് ഒന്നും വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.